내가 얘기하는 건 내 앞으로보다
ഷെഹന. പറഞ്ഞോളൂ ഷെഹന, എന്തൊക്കെ പഠിച്ചു? ഹസ്ന. ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പേഴ്സും ബട്ടൺ ഡിസ്പ്ലേ ഒക്കെ യൂസ് ചെയ്തത്. നെറ്റ്ഫ്ലിക്സിന്റെ പേജ് ചെയ്തായിരുന്നോ? ചെയ്തായിരുന്നു. പിന്നെ ജാവാസ്ക്രിപ്റ്റില് കാൽക്കുലേറ്റർ സ്റ്റൈൽ ചെയ്തായിരുന്നോ? അത് ചെയ്തായിരുന്നു. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് പ്രൊജക്ടിന്റെ ടോപ്പിക് ഒക്കെ സെറ്റ് ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബൂട്ട് സ്ട്രാപ്പ് ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്, HTML ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ മൺഡേ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുക. നാളെ തൊട്ട് MySQL ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, മൺഡേ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊജക്ട് ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾ അത് വെച്ച് യൂസ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും ഇത് നോക്കുക, എന്നിട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ എടുക്കുക, എന്നിട്ട് ബൂട്ട് സ്ട്രാപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ബൂട്ട് സ്ട്രാപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ആദ്യം കാണുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, ബൂട്ട് സ്ട്രാപ്പ് ദ മോസ്റ്റ് പോപ്പുലർ HTML ആൻഡ് CSS ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കാണുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതാണ് ബൂട്ട് സ്ട്രാപ്പിന്റെ മെയിൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലേക്ക് കയറുക. എന്നിട്ട് അവിടുത്തെ കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത് തന്നെ CSSന്റെ ഫ്രെയിംവർക്ക് ആണ്. കുറച്ച് കോഡ് ഓൾറെഡി ബൂട്ട് സ്ട്രാപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണ്ട സമയത്ത് അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ ഈ ബൂട്ട് സ്ട്രാപ്പിലെ കോഡ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ ബൂട്ട് സ്ട്രാപ്പിൽ 2 ലിങ്ക് ഉണ്ട്. ഈ 2 ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ HTML കൊണ്ട് പേസ്റ്റ് ചെയ്താലേ നമുക്ക് ബൂട്ട് സ്ട്രാപ്പിൽ നിന്ന് എടുക്കുന്ന കോഡ് റൺ ചെയ്യാനായിട്ട് പറ്റും. സോ ബൂട്ട് സ്ട്രാപ്പ് എടുക്കുക, ആദ്യം കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ റൈറ്റ് സൈഡിൽ 2 ലിങ്ക് കാണും. ഇൻക്ലൂഡ് വ്യൂ CDN എന്ന് പറഞ്ഞ 2 കാണും. ഒന്ന് ലിങ്ക് HREFഉം പിന്നെ ഒന്ന് സ്ക്രിപ്റ്റ് സോഴ്സും ആണ്. അപ്പൊ ആദ്യം ഒരു ലിങ്ക് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ HTML ഹെഡറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. HTML ഹെഡറിൽ വേണം പേസ്റ്റ് ചെയ്യാനായിട്ട്, വേറെ എവിടെയും പേസ്റ്റ് ചെയ്യരുത്. ഹെഡറിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് സോഴ്സ് ആണ്. അതും ഇതുപോലെ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഈ 2 ലിങ്കും പേസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബൂട്ട് സ്ട്രാപ്പിൽ നിന്ന് എടുക്കുന്ന കോഡൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ലിങ്ക് HREFഉം കോപ്പി ചെയ്യുക, അതുപോലെ സ്ക്രിപ്റ്റ് സോഴ്സും കോപ്പി ചെയ്യുക. ഇത് രണ്ടും HTML ഹെഡറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഓക്കെ, ഹെഡറാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ബൂട്ട് സ്ട്രാപ്പിൽ നോക്കി ഇവിടെ തന്നെ കാണാം, ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഒരു ഹെഡർ ഇല്ലേ? ഇതുപോലത്തെ ഒരു ഹെഡർ നിങ്ങളുടെ പ്രൊജക്റ്റിൽ നമ്മൾ വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താവും, ഈ ഹെഡറിൽ കുറെ ഓപ്ഷൻസ് കാണും. ഓരോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് ഓരോ പേജിലേക്ക് റീഡയറക്ട് ചെയ്ത് പോകും. സോ അങ്ങനെ ഒരു നൗ ബാർ ആണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്നത്. സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ബാറിൽ ചെന്ന് നാവ് എന്ന് സെർച്ച് ചെയ്യുക.
അപ്പൊ അവിടെ ഒരുപാട് കോഡ് ഡിസ്പ്ലേ ചെയ്ത് കാണും. അപ്പൊ അതിൽ നിങ്ങൾക്ക് വേണ്ട കോഡ് ഏതാന്ന് വെച്ചാൽ കോപ്പി ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൽ ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ തന്നെ റെഫർ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോ ഈ ഹെഡർ എങ്ങനെയാ പേസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. എനിക്കിപ്പോ ഈ ഒരു ഹെഡർ വേണം എന്ന് വിചാരിക്കാം. നൗ ബാർ ഹോം ഫീച്ചേഴ്സ് പ്രൈസിങ് ഡിസേബിൾ എന്ന് പറഞ്ഞ ഈ ഒരു കോഡാണ് വേണ്ടത് എന്ന് വിചാരിക്കുക. സോ ഇവിടെ ആ കോഡ് കാണും, അത് ഇവിടുന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മുടെ HTML കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ എന്ത് കോഡ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാം. അതിലുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റും. പക്ഷെ ടോപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 2 ലിങ്ക് കൊടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അത് കൊടുക്കുക, റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഹെഡർ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളൊരു നൗ ബാർ എടുക്കുക, കോപ്പി ചെയ്യുക, റൺ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി CSS ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ കറക്റ്റ് അതിൽ നിന്ന് തന്നെ എടുക്കുന്നുള്ളൂ, പ്രത്യേകിച്ചൊന്നും ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്ടിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രൊജക്ട് പെറ്റ് ഷോപ്പ് ആണെന്ന് വിചാരിക്കുക. പെറ്റ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വിചാരിക്കുക. അപ്പൊ അവിടെ എന്തൊക്കെ പേജസ് കാണും? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് തന്നെ ഒരു വെൽക്കം പേജ് അല്ലെങ്കിൽ ഒരു ഹോം പേജ് കാണും. ആ ഹോം പേജിൽ പെറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, പിന്നെ പെറ്റ്സിന്റെ കുറച്ച് ഇമേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് പേജിൽ കാണുന്നത്. പിന്നെ ഞാൻ ഇവിടെ കണ്ടു ഈ നൗ ബാർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് ഓരോ പേജിലേക്ക് റീഡയറക്ട് ചെയ്ത് പോകാനാണ്. അതായത് ഇപ്പൊ എന്റെ ബൂട്ട്സ്ട്രാപ്പിന്റെ വെബ്സൈറ്റ് ആണ് ഇതെങ്കിൽ നൗ ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നൗ ബാറിലേക്ക് പോകണം. ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോമിലേക്ക് പോകണം. ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജിലേക്ക് പോകണം. അങ്ങനെ ഓരോ പേജിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റിന് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രൊജക്റ്റിന് ഓരോരോ പേര് അല്ലെങ്കിൽ ഓരോരോ ലിങ്ക് കൊടുക്കുക. ഓക്കെ, ഹോം കൊടുക്കുക, ഹോം പേജ് കൊടുക്കുക, അതുപോലെ ലോഗിൻ പേജ്, രജിസ്ട്രേഷൻ പേജ് കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ട്സിന്റെ പേജ് കൊടുക്കാം, പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽ പേജ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഹെഡർ വെച്ചിട്ട് ഞാൻ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഈ ഹെഡറിന്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യുവാണ്. അതായത് നൗ ബാർ ഹോം ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന ഈ ഒരു ഹെഡറിനെ ഞാൻ ചേഞ്ച് ചെയ്യുവാണ്. സോ എന്ത് ചെയ്യാം, VS കോഡിലേക്ക്, നിങ്ങളുടെ കോഡിലേക്ക് വരിക. കോഡിലേക്ക് വന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ ആ കോഡൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു കോഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഹോം ഫീച്ചേഴ്സും പ്രൈസിങ്ങും ഒക്കെ എവിടെയാ കൊടുത്തിരിക്കുന്നതെന്ന്. ഈ കോഡ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ നൗ ബാർ മാറ്റി പകരം ഹോം, ഫസ്റ്റ് എനിക്ക് ഹോം പേജ് ആണ് വരേണ്ടത്. സോ ഹോം കൊടുക്കുന്നു. ദെൻ ഹോമിന്റെ ഇവിടെ എനിക്കിപ്പോൾ നെക്സ്റ്റ് വേണ്ടത് പ്രൊഡക്റ്റ് പേജ് ആണെന്ന് വിചാരിക്കുക. സോ ഞാൻ പ്രൊഡക്റ്റ് എന്ന് കൊടുക്കും. ഓക്കെ, ദെൻ അടുത്തത് ഫീച്ചേഴ്സ് ആണെങ്കിൽ ഫീച്ചേഴ്സ് തന്നെ ഇരിക്കട്ടെ. ദെൻ നെക്സ്റ്റ് എബൌട്ട് പേജ് ആണ് വരണ്ടെങ്കിൽ ഞാൻ ഇവിടെ എബൌട്ട് പേജ് കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞപ്പോ ഓഫറിന്റെ വല്ല പേജ് ആണ് വരണ്ടെങ്കിൽ ഞാൻ ഓഫർ പേജ്, ഓഫർ എന്ന് പറഞ്ഞ അടുത്ത ഓപ്ഷൻ കൊടുക്കുന്നു. ഇനി ഇതൊന്നും അല്ലാതെ എനിക്ക് പുറത്തുനിന്ന് പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലിസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ കോപ്പി ചെയ്യുന്നു. ഓക്കെ, ലിസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് പേര് കൊടുക്കുന്നു. ഈ ഓഫർ മാറ്റി പകരം എന്ത് ചെയ്യുന്നു, എന്താണോ പുതിയതായിട്ട് എനിക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് അതിന്റെ പേര് കൊടുക്കുന്നു. ഞാനിപ്പോൾ ലോഗിൻ രജിസ്റ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ ലോഗിൻ ബാർ രജ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ലോഗിൻ രജിസ്റ്റർ എന്നൊക്കെ പറയുന്ന ഓരോ പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആക്ഷൻസ് വേണം അവിടെ വരാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ എഡിറ്റ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ നൗ ബാറിൽ ഞാനിപ്പോൾ കൊടുത്ത ഐറ്റംസ് ആണ് അവിടെ ചേഞ്ച് ആയി വന്നത്. കണ്ടോ? അപ്പം എനിക്കിപ്പോൾ വേണ്ടത് ഈ ഇത്രയും കാര്യങ്ങളായിരുന്നു. സോ അത് വന്നു. നിങ്ങൾ മാക്സിമം കുറഞ്ഞത് ഒരു 6 അല്ലെങ്കിൽ 5 പേജസ് എങ്കിലും ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലിങ്ക് ആണ് കേട്ടോ. ഹോം, പ്രൊഡക്റ്റ്, ഫീച്ചേഴ്സ്, എബൌട്ട്, ഓഫർ, ലോഗിൻ പേജ്, അങ്ങനെ ഇതുപോലെ 6 എണ്ണമെങ്കിലും നിങ്ങൾ കൊടുക്കുക. കുറഞ്ഞത് 5 ആണ്. 5ൽ കുറഞ്ഞത് ആരും ചെയ്യണ്ട. ഓക്കെ, നിങ്ങളുടെ പ്രൊജക്റ്റ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, അതിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതെല്ലാം ആഡ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ട എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഹോം പേജിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്, നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഹോം പേജിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇമേജസ് വെക്കാം. അങ്ങനെ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്നോണ്ട്, അതായത് ഹോം പേജിൽ നിന്നോണ്ട് പ്രൊഡക്റ്റ് പേജിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. സോ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഫീച്ചേഴ്സിലാണ് പോകണ്ടെങ്കിലോ ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യാം. എബൌട്ടിലാണ് പോകണ്ടെങ്കിലോ എബൌട്ടിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഓരോ പേജിൽ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് ആക്ഷൻസ് മാറിക്കൊണ്ടേ ഇരിക്കണം. സോ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പേജ് റീഡയറക്ട് ചെയ്തു പോകുന്നതെന്നാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ വെബ്സൈറ്റ് ചെയ്യുന്നതിന് പകരം ഓരോ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം.
രജിസ്ട്രേഷൻ ആണെങ്കിൽ ആ ഒരു പേജ് കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വെക്കുക. ലോഗിൻ പേജ് ആണെങ്കിൽ ആ പേജ് കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വെക്കുക. എബൌട്ട് പേജ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ലിങ്കിന്റെ അവിടെ ആ പേജസ് മാത്രം കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് ആ പേജിലേക്ക് റീഡയറക്ട് ചെയ്ത് പൊക്കോളും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കതേ, home.html എന്ന് പറഞ്ഞ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, home.html. അതുപോലെ അടുത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, about.html. ജസ്റ്റ് 2 പേജ് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ about.html home.html ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി home.html വന്നിട്ട് ഞാനൊരു h1 കൊടുക്കുവാണേ. ദിസ് ഈസ് ഹോം പേജ് എന്ന് പറഞ്ഞ ഒരു h1 കൊടുത്തു. ദിസ് ഹോം പേജ്, അതായത് ഹോം പേജിൽ വന്നിട്ട് ഇതാണ് ഹോം പേജ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട നിങ്ങളുടെ വെബ് പേജ് ആയിരിക്കണം. ഓക്കെ. ദെൻ എബൌട്ട് പേജിൽ വന്നിട്ട് ഞാൻ അടുത്ത h1 കൊടുക്കുന്നു, ദിസ് ഈസ് എബൌട്ട് പേജ്. അപ്പോൾ ഹോം പേജും എബൌട്ട് പേജും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഹോം പേജിലും എബൌട്ട് പേജിലും കൊടുത്തത് വെബ് പേജസ് ആണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വേണം, ഇമേജസ് വേണം, അപ്പോൾ കണ്ടന്റ് ആഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണ്, ഹോം പേജിൽ നിന്നുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഹോമിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഹോമിൽ നിന്നുകൊണ്ട് ഞാൻ അടുത്ത പേജിൽ വേണമെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ആ പേജിലേക്ക് വരണം. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പേജിലേക്ക് വരിക, പ്രൊഡക്റ്റിന്റെ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏത് പേജിലാണോ പോകേണ്ടത് ആ പേജിന്റെ പേര് കൊടുക്കുക. ഞാനിപ്പോൾ home.html കൊടുക്കുകയാണ്, കാരണം നമ്മൾ വേറെ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. സോ അതുപോലെ എബൌട്ട് പേജിന്റെ അവിടെ വന്നിട്ട് about.html എന്ന് പറഞ്ഞ അടുത്ത പേജ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓരോ വെബ് പേജിന്റെയും പേര് ഇതുപോലെ കൊടുക്കുക. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഒരു വെബ് പേജിൽ റീഡയറക്ട് ചെയ്ത് പൊക്കോളും. home.html എല്ലാം കൊടുക്കുക. റൺ ചെയ്ത് നോക്കാം. അപ്പം ആദ്യം കാണുമ്പോൾ നിങ്ങളുടെ ഹെഡർ ആയിരിക്കുമല്ലോ, ആ ഹെഡറിൽ നിന്നും നിങ്ങൾ എത്ര പേജസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നോ അത്രയും പേജസ് ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോ പേജിലേക്ക് റീഡയറക്ട് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഹോം പേജിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഹോം പേജിലേക്ക് പോയി. അടുത്തത്, അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ എല്ലാ പേജിന്റെയും ഹെഡറിൽ ബൂട്ട്സ്ട്രാപ്പ് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ആ ഹെഡർ അങ്ങനെ നിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ബാക്ക് സ്പേസ് അടിച്ച് പോകണം. ബാക്ക് അടിച്ച് വീണ്ടും പോയിട്ട് പ്രൊഡക്റ്റ് പേജിലാണ് പോകേണ്ടതെങ്കിൽ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ പ്രൊഡക്റ്റിൽ ഞാൻ ഹോം പേജ് തന്നെയാണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഹോം പേജ് എന്ന് കാണിച്ചത്. ദെൻ അടുത്ത ഫീച്ചർ കൊടുത്തു. അപ്പൊ അങ്ങനെ ഓരോ പേജസിലേക്ക് റീഡയറക്ട് ചെയ്ത് പോയി. ക്ലിയർ ആയോ? ഓക്കെ ആയോ? എങ്ങനെയാണ് ഹെഡർ സെറ്റ് ചെയ്യുന്നതെന്നും അത് റീഡയറക്ട് ചെയ്ത് പോകുന്നതെന്നും ഓക്കെ ആയോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പ്രൊജക്ട് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പ്രൊജക്ട് കൊടുക്കുക. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 6 ഇതുപോലെ 6 ഹെഡർ കൊടുക്കുക, 6 ഓപ്ഷൻസ് കൊടുക്കുക. എന്നിട്ട് ഓരോ പേജിലും ദിസ് ഈസ് ഹോം പേജ്, ഹോം ആണെങ്കിൽ ഹോം പേജ് കൊടുക്കുക, ലോഗിൻ പേജ് ആണെങ്കിൽ ലോഗിൻ പേജ്, അങ്ങനെ ഓരോ പേജസ് ഇപ്പൊ ഞാൻ കൊടുത്തുപോലെ ജസ്റ്റ് റീഡയറക്ഷൻ ഒന്ന് കറക്റ്റ് ആക്കുക. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും പറയാം. ഓക്കെ, ചെയ്തോളൂ.
ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. ആദർശ് ഏത് പ്രൊജക്റ്റാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ പ്രൊജക്റ്റിൽ എന്തൊക്കെ പേജസ് കൊണ്ടുവരും പറഞ്ഞേ. ജ്വല്ലറി സ്റ്റോർ, ജ്വല്ലറി സ്റ്റോർ. അപ്പൊ അതിൽ എന്തൊക്കെ പേജസ് ആയിരിക്കും? ഹോം പേജ്, ആ. പിന്നെ അബൌട്ട് us, ഉം. പ്രോഡക്ട്സ്, കാർഡ്, കോണ്ടാക്ട്, ലോഗിൻ രജിസ്റ്റർ. ഓക്കെ. ഓക്കെ. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ഹസ്ന. ഹസ്നയുടെ പ്രൊജക്റ്റ് ഏതാണ്? എന്തൊക്കെ പേജസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? പ്രൊജക്ട് ഓൺലൈൻ കേക്ക് ഷോപ്പാണ്. ഓക്കെ. അതില് ഹോം പേജ്, എയർപോർട്ട് പേജ്, പിന്നെ പ്രൊഡക്റ്റ്, പേജ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഷഹന. ഷഹന പറയൂ. ഷഹന. ഷഹന ഓഡിബിൾ അല്ല കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓരോ ദിവസം ഓരോ പേജസ് വെച്ച് ചെയ്താൽ തന്നെ നിങ്ങൾ മൺഡേ നിങ്ങൾ പ്രൊജക്ട് പറഞ്ഞോളൂ. എന്ത് project ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് ചെയ്യുന്നത്. ആ. പിന്നെ അതില് കോഴ്സസ് ഉണ്ട്, ഫ്രീ കോഴ്സ്, പെയ്ഡ് ആയിട്ടുള്ള കോഴ്സസ്, പിന്നെ എബൌട്ട് പേജ്, അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ. 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 അപ്പൊ ഇത്രയും പേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ദിവസം ചെയ്താൽ തന്നെ മൺഡേക്ക് മുമ്പേ ഇത് റെഡിയാവും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ടാസ്ക് എന്താന്ന് വെച്ചാല് ഈ ഒരു പ്രൊജക്ടിന്റെ ലോഗിൻ രജിസ്റ്റർ പേജ്, ഒന്നെങ്കിൽ ലോഗിൻ മതി, ഇല്ലെങ്കിൽ രജിസ്റ്റർ മതി, രണ്ടും കൂടി വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണോ നിങ്ങളുടെ പ്രൊജക്ടിന് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഒരു ലോഗിനോ രജിസ്റ്ററോ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ ആ ഒരു രീതിക്ക്, നിങ്ങളുടെ പ്രൊജക്ടിന് പറ്റുന്ന രീതിയിൽ. പ്രൊജക്ടിന് ഇപ്പൊ ഒരു കളർ കോഡ് കാണുമല്ലോ, അതായത് ഏതൊരു പേജ് എടുത്താലും മൊത്തത്തിൽ കോമൺ ആയിട്ട് ഒരു കളർ കാണുമല്ലോ. ആ കളർ ഏതാന്ന് വിചാരിക്കുക. എന്നിട്ട് ആ ഒരു രീതിയിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ലോഗിൻ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക്. ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തോളൂ. ഇന്ന് നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യണം. ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ചെയ്യുന്ന ടൈമിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.
ആവാം. നിങ്ങൾ ചെയ്തത് ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യാം. താങ്ക് യു.